ഞാനും നിങ്ങളെല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ട സൂപ്പർ കൺമണി അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൂപ്പർ കൺമണി ഏതൊരു പാരലൽ യൂണിവേഴ്സിലെ സൂപ്പർ കൺമണിയാണ്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്ന മാനസിയാണ്. മാനസ ഇങ്ങനെ സ്വയം അഹങ്കരിച്ച് നിൽക്കുകയാണ്. കൃഷ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ദിവസമാണ് കൃഷി എന്നിങ്ങനെ സ്വയം പറഞ്ഞ് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന ഐസിയുവിന്റെ പുറത്താണ്. ഐസിയുന്റെ പുറത്ത് സാഗർ സുജാതി എല്ലാം ഉണ്ട്. തുറന്ന് അങ്ങോട്ടേക്ക് ഡോക്ടർ വരികയാണ്. ഡോക്ടറാണ് സുജാത. എനിക്ക് എൻ്റെ മകനെ ഒന്ന് കാണണമെന്ന് പറയുകയാണ്. ഞാൻ കൃഷ്ണന്റെ അമ്മയാണെന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ അതിന് സമ്മതിക്കുകയാണ്. തുടർന്ന് കൃഷ്ണ കാണുന്നതിന് വേണ്ടി ഐസിയുടെ അകത്തേക്ക് സാഗർ സുജാതി ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ് സെഡേഷനിലാണ്, മയക്കത്തിലാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഡ്യൂട്ടി നേഴ്സ് ഒക്കെയുണ്ട്. തുടർന്ന് സുജാത അവിടെ നിന്ന് കരയുകയാണ്. തുടർന്ന് സാഗർ സുജാതിയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് ഡോക്ടർ സുജാതിയോട് സാഗറിനോട് ഞാൻ നിങ്ങളോട് കുറച്ചു മുമ്പ് ഒരു കാര്യം ചോദിച്ചില്ലേ, എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറയുകയാണ്. കൃഷിന്റെ ബ്ലഡ് ക്ലോട്ട് ആകുന്നില്ല. ഹീമോഫീലിയ എന്ന രോഗമാണ് കൃഷ്ണനുള്ളത്. ബ്ലഡ് ക്ലോട്ട് ആകാത്ത ഒരവസ്ഥയാണത്. എന്നാൽ അത് കേട്ട് സാഗർ സുജാതിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. അല്ല, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെതായ ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ടി വരും. ഇതൊരു ജനറ്റിക് രോഗമാണ്. കൃഷിന്റെ അമ്മയ്ക്ക് ഇതുപോലെ മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിക്കും. തുറന്ന് സുജാത അയ്യോ ഡോക്ടർ, എനിക്ക് അത്തരം രോഗങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഡോക്ടർക്ക് എന്തൊരു സംശയം തോന്നുകയാണ്. തുറന്ന് ഡോക്ടർ പിന്നെ സാഗറിനോട് കൃഷി ജനിച്ചത് ഏത് ഹോസ്പിറ്റലിലാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് സാഗർ മറുപടി പറയാതെ ഇങ്ങനെ പേടിച്ചു നിൽക്കുകയാണ്. തുടർന്ന് സുജാത സാഗറിനെ കുരുക്കി വിളിച്ച് സാഗർ എന്താണ് മറുപടി പറയാത്തത്, സാഗർ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. കൃഷി ജനിച്ചത് KPM ഹോസ്പിറ്റൽ അല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ തലയാട്ടുകയാണ്. സാഗർ എന്തോ കേട്ട് പേടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. തുടർന്ന് ഡോക്ടർ പിന്നെ സുജാതയോടും സാഗറിനോടും കൃഷിന്റെ വല്ല ഡോക്യുമെന്റ്സ് കയ്യിൽ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും രേഖ കയ്യിൽ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. കൃഷിന് ഈ ഒരു അസുഖം ജനറ്റിക് ആയിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരതെല്ലാം ആ റെക്കോർഡിൽ എഴുതുമായിരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സാഗർ സുജാതി അങ്ങനെയൊന്നും അതിലില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ഡോക്ടർ അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് സാഗർ. തുറന്ന് സുജാത എന്നിട്ട് സാഗറിനെ വിളിക്കുകയാണ്. സാഗർ എന്താണ് ആലോചിക്കുന്നത് ചോദിക്കുകയാണ്. തുടർന്ന് സാഗർ ഞാനൊന്നും ആലോചിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഞാൻ ഡോക്ടർ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സുജാത ആകെ തകർന്ന് തരിപ്പണമായിട്ടാണ് ഇരിക്കുന്നത്. പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്ന മനോജാണ്. മനോജിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. നല്ല രീതിയിൽ കായികമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെയാണ് മനോജിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. തുടർന്ന് കാണിക്കുന്ന വീണ്ടും സാഗറിന്റെ സുജാതിയുമാണ്. സാഗർ സുജാതിയാകെ പേടിച്ചിരിക്കുകയാണ്. സാഗറിന്റെ പേടിയും മൗനമെല്ലാം കണ്ട് സുജാതിക്ക് ഒരു പന്തിക്കേട് തോന്നുകയാണ്. തുടർന്ന് സുജാത പിന്നെ സാഗറിനോട് സാഗർ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, സാഗറിന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ, സാഗർ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ എന്താ സുജാത നീ അങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ നിന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ധൈര്യമായി ചോദിച്ചോളാൻ പറയുകയാണ്. തുറന്ന സുജാത പിന്നെ സാഗറിനോട് സത്യം പറ സാഗർ, കൃഷ്ണ എന്താണ് അസുഖം, കൃഷ്ണ അങ്ങനെ എന്തെങ്കിലും അസുഖമുള്ളതായിട്ട് സാഗറിന് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ കൃഷ്ണ പ്രസവിച്ച ശേഷം 2 ദിവസം ഞാൻ സെഡേഷനിലായിരുന്നു, മയക്കത്തിലായിരുന്നു. എനിക്ക് ആ 2 ദിവസം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറയുകയാണ് സുജാത. എന്നാൽ അത് കേട്ട് സാഗറാകെ വീണ്ടും പേടിച്ചു നിൽക്കുകയാണ്. സാഗറിന് ഒന്നും തന്നെ സുജാതയോട് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. സാഗറാകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീനി വന്നിട്ട് കൺമണി ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ അച്ഛനോട് ഞാനൊന്ന് ആശുപത്രി വരെ പോയിക്കോട്ടെ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. സാഗറിനൊരു അപകടം വരാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ നട്ടപ്പാതിരിക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ആശുപത്രിയിലേക്ക് പോയ കൺമണിയാണ് നട്ടുച്ചയായിട്ടും കൃഷ്ണ കാണാൻ ആശുപത്രിയിലേക്ക് പോകാതെ അച്ഛന്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. പിന്നെ ഇത്രയും നാൾ കൺമണി അച്ഛന്റെ അനുവാദം വാങ്ങിയിട്ടാണല്ലോ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. കൊള്ളാം സൂപ്പർ ആകുന്നുണ്ട്. തുടർന്ന് അച്ഛൻ പിന്നെ കൺമണി ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ അച്ഛനോട് ഞാൻ കൃപയെ വിളിച്ചിരുന്നു, കൃഷ് സാർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണെന്ന് പറയുകയാണ്. മറ്റൊന്നും കൃപയ്ക്കും അറിയില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് കൃഷ് സാറിനെ നേരിട്ട് പോയി കാണണം അച്ഛാ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ കൺമണിയോട് ഓക്കെ നീ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറയുകയാണ്, പോയി കൃഷ് സാറിനെ കണ്ടോളാൻ പറയുകയാണ്. പക്ഷേ അവിടെ നിന്നെ വേദനിപ്പിക്കുന്ന പലതും നീ കാണേണ്ടി വരുമെന്ന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ശ്രീനി കാട് കയറി ചിന്തിച്ചു കൂട്ടുന്നത് കൃഷ് കൺമണിയെ തള്ളിപ്പറയും, മനോജ് അറസ്റ്റിലായതിന്റെ ദേഷ്യത്തിൽ കൃഷ് കൺമണിയെ തള്ളിപ്പറയും, അങ്ങനെയൊക്കെയാണ് ശ്രീനി ചിന്തിച്ചു കൂട്ടുന്നത്. പക്ഷെ ആശുപത്രിയിൽ സീൻ കോൺട്രയാണ്, അവിടെ വേറെ കാര്യമൊക്കെയാണ് നടക്കുന്നത്. ഇതൊന്നും ഇവർക്കറിയില്ല. തുറന്ന് കൺമണി ആശുപത്രിയിലേക്ക് പോകുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തുറന്ന് കാണിക്കുന്ന ഐസിയുന്റെ പുറത്ത് തന്നെയാണ് സുജാത. ഐസിയുന്റെ പുറത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, അക്ഷമയായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം
എമർജൻസി സിറ്റുവേഷനിൽ ICUവിന്റെ അകത്തേക്ക് ഓടിക്കയറുകയാണ്. അത് കണ്ട് സുജാതയ്ക്ക് ആകെ പേടിയാവുകയാണ്. തുടർന്ന് സുജാത സാഗറിന്റെ അടുത്ത് ചെന്നിട്ട് സാഗർ നോക്കൂ, ഇവരെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ ശരിക്കും പേടിക്കുകയാണ്. തുടർന്ന് സാഗറിന്റെ മുഖം വെളറി വെളുക്കുന്നത് സുജാത കാണുകയാണ്. തുടർന്ന് സുജാത പിന്നെ സാഗറിനോട് എന്ത് പറ്റി സാഗർ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സുജാത സാഗറിനോട് എനിക്കറിയണം സാഗർ, കൃഷ്ണൻ എന്താണ് സംഭവിച്ചത്, കൃഷ്ണന്റെ രോഗം എന്നോട് പറയാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ അവന്റെ അമ്മയാണ്, എനിക്കത് അറിയാനുള്ള അധികാരമുണ്ടെന്നൊക്കെ പറയുകയാണ് സുജാത. എന്നാൽ ഈ സമയത്ത് സാഗർ ഫോൺ എടുത്തിട്ട് മാറി നിന്ന് സംസാരിക്കുകയാണ്, ദേവ്ജിയോട് സംസാരിക്കുകയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ സാഗറിനോട് കൃഷ്ണൻ എന്തായി, കൃഷി ഡിസ്ചാർജ് ആയോ എന്ന് ചോദിക്കുമ്പോൾ സാഗർ കൃഷിന്റെ മുറിവ് വലിയ അപകടമുള്ള മുറിവല്ല, പക്ഷെ കൃഷിന്റെ ബ്ലഡ് ക്ലോട്ട് ആകുന്നില്ല, കൃഷിന് ഹിമോഫീലിയ എന്നൊരു അസുഖമാണ്, ജനറ്റിക് അസുഖമാണെന്ന് പറയുകയാണ്. അതിന്റെ കാഠിന്യം എത്രയുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി അവൻ ജനിച്ച ആശുപത്രിയിലെ രേഖകൾ കാണേണ്ടി വരുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജിക്ക് കാര്യം മനസ്സിലാവുകയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ സാഗറിനോട് അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ അമ്മയെ നേരിട്ട് പോയി കാണേണ്ടി വരുമെന്ന് പറയുകയാണ്. ഞാൻ പോയിട്ട് കാര്യമില്ല, സാഗർ തന്റെ സിസ്റ്റർ അമ്മയുടെ അടുത്ത് പോയിട്ട് നേരിട്ട് കാര്യങ്ങൾ കേട്ടറിയണമെന്ന് പറയുകയാണ്. സിസ്റ്റർ അമ്മ ഇപ്പോൾ വയ്യാതെ കോൺവെന്റിലാണ്. സാഗർ തന്റെ സിസ്റ്റർ അമ്മയെ പോയി കാണാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ എനിക്കിപ്പോൾ ഇവിടുന്ന് ഫോൺ ചെയ്യാൻ സാധിക്കില്ല, സുജാത എന്റെ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. എന്നാൽ അത് കേട്ട് ദേവ്ജി സാഗർ അതോർത്തൊന്നും വിഷമിക്കേണ്ട, ഇന്ന് തന്നെ ഞാൻ കോൺവെന്റിൽ വിളിച്ച സാഗറിനും സിസ്റ്റർ അമ്മയ്ക്ക് നേരിട്ട് കാണാനുള്ള അപ്പോയിന്റ്മെന്റ് വാങ്ങിയെടുക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവ്ജി ഫോൺ വെക്കുകയാണ്. തുറന്നു കാണിക്കുന്ന ശ്രീനിയാണ്. ശ്രീനി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിരിക്കുകയാണ്. മനോജിന് ജാമ്യം എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി ഒറ്റയ്ക്ക് ചെന്നിരിക്കുകയാണ്. തുറന്ന പോലീസ് ശ്രീനിയോട് താൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ശ്രീനി ഞാൻ ഇവിടെ കിടക്കുന്ന മനോജിന്റെ അച്ഛനാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട പോലീസ് പിന്നെ ശ്രീനിയെ കളിയാക്കുകയാണ്. താൻ എന്ത് ചെയ്യുന്നു, തന്റെ പണി എന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രീനി ഞാനൊരു പെയിന്റർ ആണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ആ പോലീസുകാരൻ പിന്നെ ശ്രീനിയോട് എന്ത് പടം വരയ്ക്കുന്ന പെയിന്റർ ആണോ എന്ന് ചോദിക്കുകയാണ്. പെയിന്ററിന് പിന്നെ വിമാനം ഓടിക്കുന്ന പണിയാണല്ലോ. തുറന്ന് മനോജിനെ പോയി കാണാൻ ശ്രീനിക്ക് അനുവാദം കൊടുക്കുകയാണ് ആ പോലീസ്. തുറന്ന് കാണിക്കുന്ന സാഗറാണ്. സാഗറിന് ദേവ്ജിയുടെ കോള് വരികയാണ്. സുജാത തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. തുറന്ന് സാഗർ പരിഭ്രമിച്ചുകൊണ്ടാണ് ഫോൺ എടുക്കുന്നത്. തുറന്ന് ദേവ്ജി പിന്നെ സാഗറിനോട് ഞാൻ സിസ്റ്റർ അമ്മയെ വിളിച്ചിരുന്നു, സാഗറിന് ഇന്ന് തന്നെ സിസ്റ്റർ അമ്മയെ പോയി കാണാൻ അനുവാദം കിട്ടിയിരിക്കുകയാണ്, ധൈര്യമായിട്ട് പോയി കണ്ടോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ സുജാതയോട് ദേവ്ജിയാണ് വിളിക്കുന്നത് ഇതും പറഞ്ഞുകൊണ്ട് സാഗർ മാറി നിന്ന് സംസാരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ തന്നെ സിസ്റ്റർ അമ്മയെ നേരിട്ട് പോയി കണ്ടോളാം എന്ന് പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ സുജാതയോട് ഞാൻ ഇപ്പോൾ വരാം, 2 മണിക്കൂർ എനിക്ക് പുറത്തു പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുജാതയോട് യാത്ര പറഞ്ഞ് സാഗർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ അത് കണ്ട് സുജാതയ്ക്ക് അതിൻ്റെ ഒരു പന്തികേട് തോന്നുകയാണ്. ഇത്രയും ക്രിട്ടിക്കലായ കണ്ടീഷനിൽ കൃഷി അകത്ത് കിടക്കുമ്പോൾ സാഗർ എങ്ങോട്ടാണ് ഈ 2 മണിക്കൂർ പുറത്തേക്ക് പോകുന്നത്, ഇത് ചിന്തിച്ചുകൊണ്ട് സുജാത മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഇങ്ങനെ കോപ്പ് കൂട്ടുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.